Hello, my beautiful souls. Welcome back to my channel. A very special message or what you need to hear right now. നിങ്ങൾ എന്താണ് ഈ സമയം കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജാണ് നമ്മൾ ഇന്ന് കളക്റ്റീവ്ലി എടുക്കുന്നത്. ആൻഡ് ബിഫോർ ദ റീഡിങ് നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾ ഒരാളെ ചേഞ്ച് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആക്കാൻ വേണ്ടി നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. റൈറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ചേഞ്ച് ആക്കാൻ, നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ ചേഞ്ച് ആക്കാൻ, ഗേൾ ഫ്രണ്ടിനെ ചേഞ്ച് ആക്കാൻ, നിങ്ങളുടെ ഫ്രണ്ടിനെ ചേഞ്ച് ആക്കാൻ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫിനെ ചേഞ്ച് ആക്കാൻ വേണ്ടി നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കാതിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ആൻഡ് ദാറ്റ് വോണ്ട് വർക്ക്. അത് വർക്ക് ആവില്ല. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും തിരിച്ചു കൊണ്ടുവരാനോ നന്നായിട്ട് വരാനോ നിങ്ങളിലേക്ക് കൂടുതൽ സ്നേഹിക്കാനോ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ടൈം, എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേൾഡ് അതിലേക്ക് മാത്രമായിട്ട് പോകുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മെസ്സേജ് ഓർ ദിസ് ഇസ് എ വാർണിംഗ് ഫോർ യു. ഓക്കെ, കാരണം ഒരുപാട് ആളുകൾ ഇതുപോലെ നിങ്ങളുടെ ടൈം, എനർജി അറിഞ്ഞോ അറിയാതെയോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരാളെ ചേഞ്ച് ആക്കണം, നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചേഞ്ചിങ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം ചേഞ്ച് ആവാം. ആൻഡ് അതാണ് പവർഫുൾ ആയിട്ടുള്ള വേ, ആൻഡ് അതാണ് ബെസ്റ്റ് വേ. സോ എങ്ങനെ നിങ്ങൾക്ക് സിറ്റുവേഷൻ ചേഞ്ച് ആക്കാൻ സാധിക്കും? നിങ്ങളുടെ സറൗണ്ടിങ്, നിങ്ങളുടെ കൂടുതൽ ആളുകൾ, ബൈ ചേഞ്ചിങ് യുവർ സെൽഫ്. സോ എന്ത് മാറ്റമാണ് നിങ്ങൾ എടുക്കേണ്ടത്? ഇറ്റ്സ് എ വെരി പവർഫുൾ മെസ്സേജ്. സോ റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ഓക്കെ, സോ ക്രിയേറ്റ് യുവർ വേൾഡ്. നിങ്ങളുടെ ഹാപ്പിനെസ് ഒരു സ്പേസ് വെക്കുക, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വേൾഡ് സെറ്റ് ചെയ്യുക. ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ മതിൽ കെട്ടിത്തിരിക്കുന്നത് പോലെ. സോ പോകുന്ന ആളുകൾക്കും വരുന്ന ആളുകൾക്കും അവിടെ കയറി ചെല്ലാൻ സാധിക്കില്ല, അല്ലെ? അതുപോലെ നമ്മുടെ ലൈഫിൽ സോ എവിടെയൊക്കെ ഒരു സ്പേസ് വെക്കണം, എവിടെ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എവിടെ നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് മെയിൻ ആയിട്ട് യു നീഡ് ടു ക്രിയേറ്റ് യുവർ വേൾഡ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലോകം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കൊടുക്കുക, പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുക, നിങ്ങൾക്ക് പുതിയ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഒരു കാര്യത്തിൽ തന്നെ സെറ്റിൽ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റക്ക് ആയിട്ട് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഒന്ന് മാത്രമായി പോകരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം ഒരു കാര്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത്. ഓൾറൈറ്റ്, സോ ഒരുപാട് കാര്യങ്ങൾ സന്തോഷിക്കാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങളുടെ സോൾ ഇവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ അവസരങ്ങൾ കൊടുക്കുക, പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുക. ഓൾറൈറ്റ്, നിങ്ങളുടെ വേൾഡ് ഒരിക്കലും ചെറുതാക്കാതിരിക്കുക. നിങ്ങളുടെ ലോകം, കാഴ്ചപ്പാട്, അനുഭവങ്ങൾ വലുതാക്കാൻ സഹായിക്കുന്ന കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. വേറെ ഒന്നും പോവില്ല. നിങ്ങളൊന്നും ശ്രദ്ധ മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ഒന്നും എവിടെയും പോവില്ല. ആരും എവിടെയും പോവില്ല. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ കാഴ്ചപ്പാടിലും നിങ്ങളുടെ താല്പര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ തിരിച്ചറിയാനും ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് എന്താണോ ആരെയാണോ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾ പോലും ഒരു എഫേർട്ട് കൊടുക്കാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിന്റെ കൂടെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ടൈം, എനർജി, എഫേർട്ട്. സോ നിങ്ങൾ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതായത് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഇമോഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുക, എന്ത് ചെയ്യുന്ന സമയത്താണോ നിങ്ങളുടെ ലൈഫ് കുറെ കൂടെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക, അങ്ങനത്തെ കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, കാരണം നിങ്ങളുടെ ലൈഫിൽ വളരെ ഹിഡൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ചില കർമാസ് കൊടുത്തു വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മനഃപൂർവ്വമോ അല്ലെങ്കിൽ അറിയാണ്ടെയോ നിങ്ങൾ ആരെങ്കിലും അത്ര ഡീപ്പായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെതായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം പോകുന്നുണ്ടായിരിക്കാം. സോ ചില കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തതും നിങ്ങൾ അനുഭവിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഇത് പ്രോബബ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം, ബട്ട് യെസ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് നമ്മള്
വെറുതെ എവിടെയും പോവില്ല. നമ്മുടെ ഓരോ ആക്ഷനും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആക്ഷനും നമ്മുടെ കർമ്മയാണ്. സോ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് വരും. അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ആളുകൾ നമ്മൾ എങ്ങനെയാണോ നമുക്ക് എന്താണോ തരുന്നത് അത് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അതിൻ്റെതായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകേണ്ടി വരും. സോ നിങ്ങളായിട്ട് മനഃപൂർവ്വം ഒരു വിഷമോ സങ്കടമോ ഒരു ഗ്രഡ്ജോ വെക്കേണ്ട കാര്യമില്ല. വാശിയോ വെറുപ്പോ അല്ലെങ്കിൽ ഒരു വിരോധമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവര് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പ്രാർത്ഥിക്കേണ്ട കാര്യം പോലുമില്ല. ഈവൻ ചില ആളുകൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. സോ നിങ്ങൾക്ക് അങ്ങനെ ആരുടെ അടുത്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് കാത്തിരിക്കേണ്ട അവരനുഭവിക്കാൻ വേണ്ടി. ഓക്കെ, സോ ട്രൈ ടു ഫൊർഗീവ്, അല്ലെങ്കിൽ മറന്നിട്ട് മുന്നോട്ട് പോവുക. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് തരുന്ന സ്റ്റെബിലിറ്റി തരുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഫോക്കസ് ഓൺ യുവർ കർമ്മ. മെയിൻലി യു നീഡ് ടു ഫോക്കസ് ഓൺ യുവർ കർമ്മ. ഓക്കെ, നിങ്ങളുടെ ഓരോ ആക്ഷനും, കർമ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്ഷൻ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ. സോ പ്രോബബ്ലി ഇതൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാണ്ടതായിട്ടുള്ള ഒരു ടൈമിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സോ യു നീഡ് ടു ഫൈറ്റ് വിത്ത് യുവർ സെൽഫ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള പല വികാരങ്ങളോടും വിചാരങ്ങളോടും ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിക്കുക. സോ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ വേൾഡ് എന്താണോ, നിങ്ങളുടെ ഒരു ലോകം, നിങ്ങളുടെ ഒരു സന്തോഷമായിട്ട് കാണുന്നത് എന്താണോ, അവിടെ ആക്ച്വലി ഒരു സന്തോഷം ഇല്ലാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. പകരം നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ കൊടുക്കുക, പുതിയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക, പുതിയ പ്ലേസിൽ കൊണ്ടുപോവുക, പുതിയ ആളുകളുമായിട്ട് സംസാരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ എന്താണോ നിങ്ങളെ കൂടുതൽ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള അറിവ്, നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള നോളേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ പല പല ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾ കൊടുക്കേണ്ടത്, എന്താണോ നിങ്ങൾ ഫീഡ് ചെയ്യേണ്ടത്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അതല്ലാതെ ചില കാര്യത്തിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ചില ആളുകളിൽ മാത്രമായിട്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്, അല്ലെങ്കിൽ അത് ചേഞ്ച് ആകണം, അതാണ് എന്റെ ഹാപ്പിനെസ് എന്ന് വിചാരിച്ച് നിൽക്കരുത്. അങ്ങനത്തെ ആളുകളാണ് സ്വയം അവരെ തന്നെ ഇല്ലാതാക്കുന്നത്, അവരുടെ തന്നെ വാല്യൂ അറിയാതെ പോകുന്നത്, അല്ലാതെ അവരുടെ കൂടെയുള്ള ആളുകളല്ല. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ഫോക്കസ് ഓൺ യുവർ കർമ്മ. ഓക്കെ, സോ നല്ല തോട്ട്സ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൊടുക്കുക, സന്തോഷമായിട്ടുള്ള തോട്ട്സ് കൊടുക്കുക. നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള പല പല വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അത് തെറ്റാണെന്നുള്ളതല്ല, പക്ഷേ എവിടേക്കും നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ, നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഓർ മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല, നിങ്ങൾ ഈ വിശ്വാസത്തിൽ തന്നെ പോകുന്ന ആളുകളായിരിക്കാം. സോ അവിടെ നിങ്ങൾക്ക് ഒരു ലൈഫിൽ അത്ര ഒരു ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു വിശ്വാസത്തിൽ പോയിട്ടും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങേണ്ടതായിട്ടുണ്ട്. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. പുതിയ കാര്യങ്ങൾക്ക് വരാനുള്ള അവസരം കൊടുക്കുക. ബിക്കോസ് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, പുതിയ ഇൻവൈറ്റ്സ് വരുന്നുണ്ട്, പുതിയ മെസ്സേജ് വരുന്നുണ്ട്, പുതിയ ആളുകൾ വരുന്നുണ്ട്, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, പുതിയ കാഴ്ചകൾ കാണേണ്ടതായിട്ടുണ്ട്, പുതിയ എക്സ്പീരിയൻസ്, മെയിൻലി പുതിയ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ യു ഹാവ് സംതിങ് ന്യൂ. ഓക്കെ, സോ പുതിയ സിറ്റുവേഷനിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ സമയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വേൾഡ് ചെറുതാക്കാതിരിക്കുക, നിങ്ങളുടെ ലോകം ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ പിടിച്ചു നിർത്താതിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ ആളുകളെ മാറ്റാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുക, ഒരുപാട് കോഴ്സ് അതിന് വേണ്ടിയിട്ട് ചെയ്യുക. പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അത് വർക്ക് ആവില്ല. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് എഫേർട്ട്. സോ ചില കാര്യങ്ങൾ നാച്ചുറലി നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെ? സോ നമ്മൾ ഒന്നിന്റെ പിറകെ പോകുന്നതിനെക്കാട്ടി ബെസ്റ്റ് അതിന്റെ നാച്ചുറൽ ഫ്ലോ കണ്ടുപിടിച്ച് നമ്മളിലേക്ക് വരുന്നതാണ്. സോ അതിനുള്ള അവസരം കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ടൈമിലേക്ക് നമ്മൾ അത് വിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് എക്സൈറ്റ്മെന്റ് തരുന്ന പുതിയ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. എപ്പോഴും ആളുകൾക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളതും വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന കാര്യത്തിലേക്ക് നോക്കാൻ ഒരു കൗതുകമാണ്, അല്ലെ? അതിലേക്ക് വരാൻ ഒരു ക്രേവ് ഉണ്ടാവും ആളുകൾക്ക് പൊതുവെ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ഡ്രെയിൻഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ വളരെ ലാക്നെസ്സിലാണ് പോകുന്നത്, മിസ് ചെയ്യാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി നിങ്ങൾ എന്താണോ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നത് അവിടുന്ന് ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല.
സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ വെക്കണം. നിങ്ങൾക്ക് ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഇപ്പൊ ഒരു കാര്യം ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ പ്രിറ്റൻഡ് ചെയ്യാന്നുള്ളതല്ല, ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ മേലെ ഒരാൾക്ക് നിങ്ങൾ കാണുന്ന സമയത്ത് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാവാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട് ആവാൻ, നിങ്ങളുടെ പാർട്ട്ണർ ആവാൻ അവർക്കൊരു ക്രേവ് ഉണ്ടാവണം. അവർക്കൊരു അട്രാക്ഷൻ നിങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കണം. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം. ഒരു സ്പേസ് വെക്കുന്ന സമയത്താണ് അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുക. എപ്പോഴും അവൈലബിൾ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴും എനർജറ്റിക്കലി അവൈലബിൾ ആവുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് വേണ്ടി റൈറ്റ് ആയിട്ട് സംഭവിക്കില്ല. സോ ഈ സമയം നിങ്ങളെ വിഷമിപ്പിക്കുന്നത്, നിങ്ങളെ ബ്ലോക്ക് ആക്കി വെക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഐ ഹാവ് ടു ടെൽ ദിസ്, സോറി ഫോർ ദാറ്റ്. വേറൊരാളും അല്ല. ബട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. വോക്ക്, ഒന്നുകിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാം. ഈ സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനും ആളുകളും കൂടെ ഉണ്ട്. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും, നിങ്ങളുടെ ഫാമിലി എന്നുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെ. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും പാഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന, ഇൻട്രസ്റ്റ് തോന്നുന്ന ചില ഹോബീസോ ജോബോ ഒക്കെ ആയിരിക്കാം, നിങ്ങളുടെ സ്കില്ലായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യും. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നിങ്ങൾ സോൾ ഒരുപാട് എക്സ്പാൻഡ് ആവുകയാണ്. വിച്ച് മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ ചില താല്പര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, ചില പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വരണം, പുതിയ ആളുകളെ കണക്ട് ചെയ്യണം, പുതിയ ചേഞ്ചിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന, ഇത്ര കാലമായിട്ട് നിങ്ങൾ വേൾഡ് ആയിട്ട് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നാച്ചുറലി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോയിൽ നിങ്ങൾ പോവാ. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ താല്പര്യങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ എൻകറേജ് ചെയ്യേണ്ടത്. നിങ്ങളായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുഷ് ചെയ്ത് നിങ്ങളുടെ താല്പര്യം കണ്ടെത്തുക എന്നുള്ളതല്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില താല്പര്യങ്ങൾ തോന്നുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മടി കൊണ്ടോ, നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ടോ, ചില സിറ്റുവേഷനിലോ ചില ആളുകളിലോ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ടോ നിങ്ങൾ ഒരു ആക്ഷനും നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് എടുക്കുന്നില്ല. ഇറ്റ്സ് ലൈക്ക് സംടൈം യുവർ സോൾ ഈസ് വെരി ഹെൽപ്ലെസ്. കാരണം അതിന് ഒരുപാട് കാര്യങ്ങൾ വേണം, അതിന് ഫ്രീഡം വേണം, അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ആ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു ആക്ഷൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നില്ല. മേ ബി നിങ്ങൾ ചില കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം, ചില ആളുകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. തിങ്കിങ് ലൈക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ചേഞ്ച് ആക്കണ്ട, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലൈഫിൽ മാറ്റേ വരുത്തണ്ട എന്നുള്ളൊരു തോട്ടിലായിരിക്കാം നിങ്ങൾ പോകുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്വയം ഒന്ന് കേൾക്കുക. അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു ഡീപ്പ് സെൽഫ് എന്നുള്ള നിങ്ങളുടെ ഒരു ഡീപ്പ് സെൽഫ് എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം. അത് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ സോളിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ പല സിറ്റുവേഷൻ, നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, പല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യരുത്. ഓൾറൈറ്റ്, സോ ഇറ്റ്സ് ലൈക്ക് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ക്രേവ് ഉള്ള ഒരു കുട്ടീനെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ഒരു സോൾ നിങ്ങൾ പിടിച്ചു നിർത്തുന്നത്. റോങ് ആയിട്ടുള്ള പ്ലേസിൽ, റോങ് ആയിട്ടുള്ള ആളുകളിൽ റിലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. സോ അതാണ് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ, ഇതുവരെ നിങ്ങൾ പോവാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ട്രഗിൾ ആണ് ഉണ്ടാവുന്നത്. ഐ നോ ദാറ്റ്, ബട്ട് യു നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. സോ നിങ്ങളുടെ ലൈഫിൽ എന്താണോ മാറിക്കൊണ്ടിരിക്കുന്നത്, മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യു നീഡ് ടു വർക്ക് വിത്ത് ദാറ്റ്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് ആവുന്നില്ല ഈ ഒരു മാറ്റങ്ങളിലേക്ക് വരാൻ, അത് അക്സെപ്റ്റ് ചെയ്യാൻ. ബിക്കോസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആളുകളുടെ എനർജിയിലേക്കാണ്. ഓക്കെ, സോ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വർക്ക് വിത്ത് യുവർ സെൽഫ്, ഗിവ് ദ ഫ്രീഡം. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ഓക്കെ, സോ ഫോക്കസ് ഓൺ ലവ്. ഓക്കെ, ആൻഡ് സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ്. ഓക്കെ, സോ ലവ് യുവർ സെൽഫ്. നിങ്ങളെ സ്നേഹിക്കുക. അത്
ചില ആളുകൾ സെൽഫ് ലവ് എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് നോ, ദാറ്റ് ഈസ് നോട്ട് ഹൗ യു നീഡ് ടു വർക്ക്. സോ സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കണം. ഓക്കെ, സോ അത് ജെന്യൂൻ ആയിട്ട് വരണം. കാരണം ചില ആളുകൾ ഐ നോ ദാറ്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷനിലൂടെ ആയിരിക്കാം ചില ആളുകൾ പോകുന്നുണ്ടായിരിക്കും. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, എക്സ്ട്രാ മാരിറ്റൽ സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കണം. അവര് മാറാൻ സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യത്തിലൂടെ നിങ്ങൾ പോകാതിരിക്കുക. സെന്റിമെന്റ്സ്, ഇമോഷണൽ, ഐ നോ ദാറ്റ് ഇറ്റ്സ് പെയിൻഫുൾ. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് സ്നേഹം. അവിടെ മാറ്റങ്ങൾ വരിക, അവിടെ വേറെ ആളുകൾ വരിക, അവിടെ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കാനേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. വിഷമിച്ചോളൂ, വീണിട്ട് അവിടെ തന്നെ കിടക്കരുത്. കഴിയുന്നതും വേഗം അവിടുന്ന് എണീറ്റ് വരാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സിറ്റുവേഷനിലൊക്കെ മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് എന്ത് മാറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഹാപ്പിനെസ്, നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ് എന്താന്നുള്ളത് കണ്ടുപിടിക്കുക. നിങ്ങൾ കൂടുതൽ എൻകറേജ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ ആണ്. ഓക്കെ, കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഡീപ്പായിട്ട് സംഭവിക്കുന്നത് നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ആവുന്നുണ്ട്, ഇവോൾവ് ആവേണ്ടതായിട്ടുണ്ട്. സോ എൻകറേജ് ചെയ്യുക. അത് നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾക്ക് അറിയാം, മാറ്റം വേണം എന്നുള്ളത് അറിയാം, ഇവിടുന്ന് പോകണം എന്നുള്ളത് അറിയാം. പക്ഷെ നിങ്ങൾ അവിടെ തന്നെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റാതെ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ആസ്ക് യുവർ സെൽഫ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാനൊരു സേഫ് പ്ലേസിലാണെന്നുള്ളത് പറയാം. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഒരു പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദ ആൻസർ ഫ്രം യു, വിത്തിൻ യു. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഐ നോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ടഫ് മെസ്സേജ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.